ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ നമഃ. ഓം ഗം ഗുരുഭ്യോ നമഃ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഇന്ന് ഭാഗവതം 6-ാം ഭാഗമാണ്. ഇന്ന് മത്സ്യാവതാരം കഥയാണ് പറയുന്നത്. പണ്ട് സത്യവ്രതൻ എന്ന രാജാവ് ഹൃതമാല എന്ന നദിയിൽ സ്നാനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം തർപ്പണത്തിനായി കൈക്കൊമ്പിളിൽ ജലം എടുത്തപ്പോൾ ജലത്തോടൊപ്പം ഒരു കുഞ്ഞു മത്സ്യം കൂടി രാജാവിൻ്റെ കൈക്കൊമ്പിളിൽ അകപ്പെട്ടു. തുടർന്ന് രാജാവ് ആ മത്സ്യത്തെ ഒരു കുടത്തിൽ ജലം നിറച്ച് അതിൽ നിക്ഷേപിക്കുകയും ചെയ്തു. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ആ മത്സ്യം വലുതാവുകയും കുടത്തിന് ആ മത്സ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതാവുകയും ചെയ്തു. ഇതു കണ്ട രാജാവ് ആ മത്സ്യത്തെ എടുത്ത് ഒരു തടാകത്തിൽ ഇട്ടു. പിന്നീട് ആ തടാകത്തിലും ആ മത്സ്യം ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം വലുതായി. അതിനുശേഷം ആ രാജാവ് ആ മത്സ്യത്തെ ഒരു നദിയിലേക്ക് മാറ്റുന്നു. പക്ഷേ ആ മത്സ്യം വീണ്ടും വലുതായി ആ നദിയിലും ആ മത്സ്യത്തെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം ആകുന്നു. അപ്പോൾ ആ രാജാവ് ആ മത്സ്യത്തെ ഒരു സമുദ്രത്തിലേക്ക് മാറ്റുന്നു. എന്നിട്ട് തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ആ മത്സ്യം സംസാരിക്കാൻ തുടങ്ങി. രാജാവേ, ഇത്രയും നാൾ എന്നെ പരിപാലിച്ചു. ഇപ്പോൾ ഈ സമുദ്രത്തിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണോ എന്ന് മത്സ്യം സംസാരിക്കുന്നു. അത് കേട്ടപ്പോൾ രാജാവിന് വളരെ അത്ഭുതമായി. എന്തായിരിക്കും ഈ മത്സ്യം എന്നോടിങ്ങനെ സംസാരിക്കുന്നത് എന്ന് രാജാവ് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ സത്യവ്രതന് ചില കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വന്നു. വേദങ്ങൾ വീണ്ടെടുക്കാൻ ഭഗവാൻ മത്സ്യാവതാരം എടുക്കും എന്ന് കേട്ടിരുന്നതായി അദ്ദേഹത്തിന് ഓർമ്മയിൽ വരുന്നു. ഉടൻ അദ്ദേഹം സമുദ്രത്തിലേക്ക് നോക്കിയപ്പോൾ വളരെ അത്ഭുതപ്പെട്ടു പോയി. അവിടെ ശംഖുചക്ര ഗദാധാരിയായ ഭഗവാനെയാണ് ആ മത്സ്യത്തിൻ്റെ സ്ഥാനത്ത് ആ രാജാവിന് കാണാൻ സാധിച്ചത്. ഇത് കണ്ട സത്യവ്രതൻ ഭഗവാനോടായി ഇങ്ങനെ പറഞ്ഞു: അങ്ങയുടെ മായാവിലാസങ്ങൾ മനുഷ്യനായ എന്നെ പരീക്ഷിക്കരുതേ എന്ന്. തുടർന്ന് അദ്ദേഹം ഭഗവാനോടായി ഇങ്ങനെ പറഞ്ഞു: കുഞ്ഞു മത്സ്യമായി എൻ്റെ കൈകളിൽ കിടന്ന് കളിച്ച അങ്ങ് ഇപ്പോൾ എനിക്ക് ദർശനമേകിയിരിക്കുന്നു. ഞാൻ ധന്യനായി ഭഗവാനെ. അങ്ങയുടെ ഈ ദിവ്യ അവതാരത്തിൻ്റെ കാരണം അറിയാൻ ആഗ്രഹിക്കുകയാണ് പ്രഭു. ഇത് കേട്ടതും ഭഗവാൻ പറഞ്ഞു: സത്യവ്രത, സൃഷ്ടികർമ്മങ്ങളുടെ ക്ഷീണത്താൽ ബ്രഹ്മദേവൻ ഉറങ്ങിപ്പോവുകയും ആ സമയം ഹയഗ്രീവൻ എന്ന അസുരൻ വേദങ്ങൾ അപഹരിക്കുകയും ചെയ്തു. ആ വേദങ്ങൾ വീണ്ടെടുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. അതിനു വേണ്ടിയാണ് ഞാൻ മത്സ്യാവതാരം എടുത്തത്. തുടർന്ന് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു: ഇന്നേക്ക് 7-ാം നാൾ പ്രളയം ഉണ്ടാവുകയും സർവ്വജീവജാലങ്ങളുടെയും ബീജം സ്വീകരിച്ച് ബ്രഹ്മർഷികൾക്ക് നൽകുകയും ചെയ്യണം. ആ സമയത്ത് അങ്ങയുടെ മുന്നിൽ ഒരു നൗക പ്രത്യക്ഷമാവുകയും ആ നൗകയിൽ കയറി അങ്ങും സപ്തർഷികളും രക്ഷപ്പെട്ടുകൊള്ളുകയും ചെയ്യണം എന്ന് ഭഗവാൻ സത്യവ്രതനോട് പറയുന്നു. അതിനുശേഷം ഭഗവാൻ മഹാവിഷ്ണു പറഞ്ഞതുപോലെ തന്നെ
പ്രളയം, 7-ാം നാൾ പ്രളയം ഉണ്ടാവുകയും ഭഗവാൻ നാരായണൻ അരുളി ചെയ്തതുപോലെ അവിടെ ഒരു നൗക പ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. രാജാവും സപ്തർഷികളും അതിൽ കയറി രക്ഷപ്പെട്ടു. അനന്തരം ഭഗവാൻ കൂർത്ത കൊമ്പുകളുള്ള ഒരു മത്സ്യമൂർത്തിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് നൗക ഭഗവാന്റെ കൊമ്പിൽ കോർത്ത് ഒരു മഹാശൃംഗത്തിന് മുന്നിൽ എത്തിക്കുകയും ചെയ്തു. തുടർന്ന് ജലത്തിൻ്റെ അടിയിൽ വെച്ച് ഹയഗ്രീവനോട് യുദ്ധം ചെയ്യുകയും ഹയഗ്രീവനെ വധിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മദേവന് സമർപ്പിക്കുകയും ചെയ്തു. ഭഗവാന്റെ മത്സ്യാവതാരം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ കഥ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഭഗവത് കഥകൾ കേൾക്കുന്നതും വായിക്കുന്നതും നാമജപം ചെയ്യുന്നതും വളരെ ഉത്തമമാണ്. നമ്മളുടെ ജീവിതത്തിലെ എല്ലാ കഷ്ടങ്ങളും ക്ലേശങ്ങളും ഇല്ലാതാകാൻ ഭഗവത് കഥകൾ കൊണ്ട് മാത്രമേ സാധിക്കൂ. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത ദിവസം വേറൊരു കഥയുമായി വരുന്നതാണ്. ഹരേ കൃഷ്ണ. സർവം കൃഷ്ണാർപ്പണമസ്തു.